ഏജ് ഓഫ് ഭാരത്. ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ഗെയിം. താര ഗെയിമിംഗ് ലിമിറ്റഡ്സ് ആണ് ഈ ഗെയിമിൻ്റെ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അമിതാഭ് ബച്ചനാണ് ട്രെയിലറിൽ ഈ ഗെയിമിന് വോയിസ് കൊടുത്തത്. അങ്ങനെ തന്നെയാണ് ഈ ഗെയിമിൻ്റെ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നത്. ഈ ഗെയിം ബ്ലാക്ക് മിത്ത് വൂക്കോങ് പോലെ തന്നെ ഒരു ഗെയിമാണെന്ന് പറയാം. അതിനകത്ത് ചൈനീസ് മിത്തോളജി ഫോളോ ചെയ്തു, ഇതിനകത്ത് ഇന്ത്യൻ മിത്തോളജി ഫോളോ ചെയ്തു. ഇതിനകത്ത് പിന്നെ ലോർഡ് ശിവയ്ക്കും നിറയെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഗണപതിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വില്ലൻസ് നരസിംഹ, രാവണ അതേപോലത്തെ വില്ലൻസിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന വില്ലൻസാണെന്ന് എനിക്ക് തോന്നുന്നു. ട്രെയിലറിലും കാണിക്കുന്നുണ്ട്. ഇതിനകത്തെ റണ്ണിങ് മെക്കാനിസം നമ്മുടെ ബ്ലാക്ക് മിത്ത് വൂക്കോങ്ങിലെ റണ്ണിങ് മെക്കാനിസമായിട്ട് നന്നായിട്ട് തന്നെ മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഈ ഗെയിമിൽ വേരിയസ് പ്ലേസസ് ഈ ഗെയിമിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിലുള്ള മൗണ്ട് കൈലാസയും കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഗെയിം പ്ലേ കുറച്ച് സ്റ്റിഫായിട്ടാണ് തോന്നിയത്. ഗ്രാഫിക്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത പോലെ ഗെയിം പ്ലേക്കും ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് ഹുക്ക് കൊണ്ട് ട്രാവൽ ചെയ്ത പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. പക്ഷേ ഗെയിം പ്ലേക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇതിനകത്ത് മൾട്ടിപ്ലെയറൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇപ്പം തന്നെ മൾട്ടിപ്ലെയർ കൊണ്ടുവരാതെ ഗെയിം പ്ലേയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് സ്റ്റോറി പ്ലോട്ടിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം നല്ല ഹൈപ്പുള്ള ഗെയിമല്ലേ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു സൂൺ.